ഹായ് ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫായിട്ടായിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കിടന്ന് കലവില പറയുന്നത് വേറൊന്നുമല്ല. ഞാൻ ഈ സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാനാണ് കേട്ടോ കരുതിയത്. പക്ഷേ ആസ് യൂഷ്വൽ പോലെ തന്നെ പകുതിക്കായപ്പോഴത്തേക്കും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ആ കാര്യം നിങ്ങളോട് നേരത്തെ അഡ്വാൻസായിട്ട് പറയുവാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാണ്, എത്രത്തോളം മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ കഴിവതും ഞാൻ ശ്രമിക്കാം എന്നൊക്കെ നിങ്ങളോട് ഞാൻ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അപ്പോൾ പിന്നെ എന്താ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചായ ഇട്ട് കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ വന്നത്. അപ്പോൾ അതങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ കിഴങ്ങ് കറി വെക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ആണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അതൊക്കെ അരിഞ്ഞ് എടുക്കുവാണ്. കിഴങ്ങും തക്കാളിയും ഉരുളക്കിഴങ്ങും കൂടിയാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയാണല്ലോ ഈ പറയുന്നത്, സവോള. അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് ഞാൻ വേവിക്കാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ അരിഞ്ഞ് എന്തൊക്കെയോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് അങ്ങനെ അതൊക്കെ എടുത്ത് കഴുകി എടുത്തു കേട്ടോ. ആ തക്കാളിയിലും ഉണ്ട് എന്തോ ഒരു ഇത്. അപ്പം ഞാൻ അതൊക്കെ അങ്ങ് മുറിച്ചൊക്കെ കളഞ്ഞിട്ട് കണ്ടോ, തക്കാളി മുറിച്ചിട്ട് എവിടെ വെക്കണമെന്നറിയാമേ. അങ്ങനെ അതൊക്കെ മുറിച്ച് കളഞ്ഞ് തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് ഇതൊക്കെ കഴുകി ഞാൻ വാരി കുക്കറിനകത്തോട്ട് വെക്കുവാണ് കേട്ടോ. അന്നേരം ഞാനിതവിടെ മാറ്റി വെക്കും. ഉടനെ അടുപ്പിലായിട്ട് വെക്കത്തില്ല. കാരണം പുട്ടും കിഴങ്ങ് കറിയാന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്കപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് പുട്ടും വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ രണ്ട് കാര്യവും നടക്കും. പിന്നെ നമുക്ക് ജസ്റ്റ് കറിയൊന്ന് കൂട്ടിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞ് എടുത്തതിന് ശേഷം പച്ചമുളക്. ഇതെപ്പോഴും ഞാൻ കറിക്കകത്ത് ഇടാൻ മറന്നു പോകുന്നൊരു കാര്യമാണ് പച്ചമുളക്. അപ്പോൾ ഇതാണ് ഞാൻ ഓർത്തൊക്കെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അങ്ങനെ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് എല്ലാം കഴുകി വാരിയൊക്കെ വെക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ കണ്ടാൽ ഞാനത് കുറച്ച് ദിവസമായ വീഡിയോസ് ആണ്. അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ല. എന്തോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തോ കാര്യങ്ങളാലൊന്നും പറ്റുന്നില്ല. സത്യത്തിൽ എൻ്റെ റീസൺ എന്താണെന്നും എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ അതൊക്കെ അരിഞ്ഞവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ചട്ടിക്കകത്ത് കറി ഇച്ചിരി ഇരിപ്പുണ്ട്. നമ്മളപ്പോൾ ഇന്നലെ വൈകിട്ട് വെച്ചതിൻ്റെ ബാലൻസ്. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ. നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മാക്സിമം വേസ്റ്റ് ചെയ്യാതെ നോക്കുമല്ലോ. അപ്പോൾ ഞാനും അതുപോലെ തന്നെ രാവിലെ അതൊന്ന് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കുവാണ്. പിന്നെ ഇപ്പുറത്തെ ഈ സ്റ്റൗവിൻ്റെ സാധനങ്ങളൊന്നും നിങ്ങളെന്തേ എന്ന് ചിന്തിക്കേണ്ട, അതൊക്കെ ഞാൻ അപ്പുറം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സ്റ്റൗവിൻ്റെ ചോട്ടിൽ നിന്ന് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്യാം. ബാക്കി സ്ഥലമൊക്കെ ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കും. എന്തിനാണോ എന്തോ എപ്പോഴും തൂത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഇന്നലെ രാത്രി ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നത്തെ ദിവസം രാത്രി കുറച്ച് വൈകിട്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ കറങ്ങാനൊക്കെ പോയിരിക്കുമായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇടയ്ക്കൊന്ന് തത്തമ്മളെ കൊണ്ട് നമ്മൾ വെളിയിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ കറങ്ങി അലഞ്ഞ് തിരിഞ്ഞ് നടന്നതിൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ അടുക്കളയിൽ പിന്നെ കയറിയതുമില്ല. എനിക്ക് ഫുഡ് വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറമേ നിന്ന് നോക്കി അമ്മേനെ കൊണ്ട് കഴിയുമെന്നൊക്കെ ഒതുക്കി പെറുക്കി ഒക്കെ വെച്ചിട്ടാണ് അമ്മയും കിടന്നത്. അപ്പോൾ അങ്ങനെ പച്ചക്കറി മേടിച്ച് വെച്ചത് ഞാനത് കവറിൽ നിന്നൊക്കെ മാറ്റി തിരിഞ്ഞ് കഴുകിയൊക്കെ വെക്കുവാണ് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിലോട്ടെടുത്ത് മാറ്റണം. അപ്പോൾ കറിവേപ്പിലയൊക്കെ എടുത്ത് ഞാൻ മാറ്റുവാണ് ഇപ്പോൾ കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് എല്ലാം പെറുക്കി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പച്ചക്കറി മേടിച്ച അപ്പം തന്നെ അരിഞ്ഞ് വൃത്തിയാക്കി വെക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. കുക്ക് ചെയ്യാൻ നേരത്തെ എടുത്താൽ മതി. അങ്ങനെ അതൊക്കെ ഒതുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തത് പുട്ടിന് പൊടി നനച്ചില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ വന്ന് പുട്ടിന് പൊടി എടുത്ത് നനച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വേലയുണ്ടല്ലോ, എനിക്ക് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, എത്ര നനച്ചാലും എനിക്ക് നനവായില്ല, ഇതിന് പാകത്തിനൊത്ത നനവായില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഞാനങ്ങനെ നോക്കി പുട്ടുമൊക്കെ വെച്ചു. അപ്പോൾ നമ്മളിതാ കിഴങ്ങ് ഇങ്ങനെ എരിവുള്ള കറിയാക്കിയായിട്ടാണ് കേട്ടോ എടുക്കണം. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കടുകൊക്കെ താളിച്ച് അതൊക്കെ മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് വേവിച്ചതും കൂടി ഇതിനകത്തോട്ട്
ഇടും. അപ്പം അങ്ങനെയാണ്. എനിക്ക് രാവിലെ എരിവില്ലാത്ത കറികളൊക്കെ കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം. പക്ഷെ എപ്പോഴും നമ്മൾ മാത്രമല്ലല്ലോ, എപ്പോഴും ആകുമ്പോഴത്തേക്കും അത് മടുക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ഇതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മുളകും മല്ലിയും മൂപ്പിച്ച് ആ കിഴങ്ങ് വേവിച്ച് വെള്ളം തന്നെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയ ശേഷം ബാക്കി അങ്ങ് ചേർത്ത് ഇളക്കി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ കിഴങ്ങ് ഇതുപടി എടുക്കാമെന്നുള്ള ഇതിലാണ് കേട്ടോ എടുത്തത്. പക്ഷെ അങ്ങനെ കിടക്കണം. അപ്പോൾ എനിക്കൊരു മെന തോന്നിയില്ല. വെള്ളം ഒരിടത്ത് കിഴങ്ങ് ഒരിടത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തത്തമ്മക്ക് ഇങ്ങനെ കിഴങ്ങ് പെറുക്കി തിന്നാൻ ഇഷ്ടം. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഇടാമെന്ന് വെച്ചത്. അപ്പോൾ എനിക്കതങ്ങ് തൃപ്തിയായില്ല. ഞാൻ നേട്ടാ ഒരു വലിയ കയ്യിലെടുത്തിട്ട് വന്ന് അതിങ്ങനെ ഉടക്കാൻ നോക്കുന്നുണ്ട്. ഉടച്ച് അതിൻ്റെ കൂടെ ചേർത്തെടുക്കണം. കടാം കുറച്ച് ഉടച്ച് ബാക്കി അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എനിക്ക് തൃപ്തിയായില്ല. ഞാൻ പിന്നെ അതിനെയൊക്കെ ഞെരുക്കി പറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കറിയൊക്കെ ഒരുമാതിരി എന്നാലും ഞാൻ കുറച്ചവിടെ ഇട്ടായിരുന്നു. കണ്ടാന്ന് വെച്ചാൽ തത്തമ്മക്ക് ഇതിനകത്ത് കറിയിലെ കിഴങ്ങൊക്കെ പെറുക്കി തിന്നാൻ ഇഷ്ടം. അപ്പോൾ നമ്മൾ അവിടെ ഇഷ്ടങ്ങളും നോക്കണ്ട. കണ്ട അപ്പം തട്ടി മറിച്ചേനായിരുന്നു ഇളക്കി. അങ്ങനെ നമുക്ക് അതൊക്കെ പച്ചക്കറികളൊക്കെ മാറ്റി വെക്കണം. പുട്ട് എടുത്ത് എല്ലാവർക്കും സെർവ് ചെയ്യണം, പിന്നെ നമുക്ക് കഴിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റുള്ള ദിവസത്തെ ജോലിയാണെന്ന് തോന്നുന്നത് കേട്ടോ. ചില ദിവസമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പം ഞാൻ എല്ലാ ജോലികളും എളുപ്പം എങ്ങനെ തീർക്കാമെന്ന് നോക്കും. അങ്ങനെ അപ്പം ഗരം മസാല ഇട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടിരിക്കുന്നു. എനിക്ക് ഗരം മസാലയുടെ മണവും അതിൻ്റെ ടേസ്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കുറേ അങ്ങ് വരക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഇച്ചിരി കുറച്ചങ്ങ് അധികം ഇടും. അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ മുന്തി നിൽക്കാനുണ്ട്. പക്ഷെ അങ്ങനെ നിൽക്കരുതെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, എൻ്റെ കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും നമ്മുടേതായിട്ടുള്ള സ്റ്റൈലുകളും ഒക്കെ നമ്മൾ അതിനകത്ത് അഡാപ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ടല്ലോ. അങ്ങനെ കേട്ടോ രാവിലെ തന്നെ തത്തമ്മോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നിക്കർ ഊരിക്കൊണ്ട് നമ്മുടെ ചരവയുടെ അടിയിലായിട്ടാണ്. അപ്പോൾ ആ പുട്ടൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറം അതുമൊക്കെ പുട്ടിൻ്റെ കിഴങ്ങൊക്കെ ഞാൻ വേവിച്ച് മാറ്റിയായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഞാനെപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ആ പുട്ട് ഞാൻ ഇനിയും വെച്ചിരിക്കുകയാണ്. എന്തോ അങ്ങനെ പുട്ട് ഒരു ഇതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് കഴിഞ്ഞതാ നമ്മൾ കഷ്ണങ്ങൾ നമ്മുടെ ബാക്ക് ടു ജോബ് കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കുകയാണ്. തത്തമ്മോൾ അവിടെ വന്നിരുന്ന് എന്തോ കാണിക്കുന്നുണ്ട്. എന്തോ ആണോ എന്തോ. ഞാനതങ്ങ് വേഗം പെറുക്കിയൊക്കെ മാറ്റിയില്ലേ എൻ്റെ കൂടെ പെറുക്കാൻ അവളും വരും. അപ്പോൾ പിന്നെ പല കഷ്ണങ്ങളും പല ആകൃതിയിലാകും. ഇപ്പോൾ ഇരിക്കുന്ന ആകൃതി ഇതാ. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ അതൊക്കെ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കുവാണേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കല്ലേ. വീണ്ടും കാണും വരെ ബൈ.